ഇന്ന് പകൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഒരു വചനഭാഗം നമുക്ക് ചിന്തിച്ച ദൈവസന്നിധിയിൽ പോകാം. ഇന്ന് പകൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. നമുക്ക് ഈ സന്ദർഭങ്ങളെല്ലാം അറിയാം, ഈ വചനങ്ങളെല്ലാം നമുക്ക് കാണാപ്പാടാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വചനം വായിക്കുമ്പോൾ, ഇത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തകൾ ഇരിക്കേണ്ട കർത്താവേ, ഈ വചനത്തിൽ എവിടെയാണ് എന്നെ സന്ദർശിക്കുന്നത്? ഇന്ന് പകൽ എൻ്റെ ലൈഫിൽ ഒരു സന്ദർശനം ആവശ്യമാണ്. ദൈവമേ, നിൻ്റെ ഒരു ഇടപെടൽ. എത്ര പേര് ഇതിനകത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, ഇന്ന് പകൽ നിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നിൻ്റെ ഒരു ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഒരു സന്ദർശനം നമ്മളെ തൊട്ടാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകും, നമ്മുടെ ജീവിതം മാറി മറിയും. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് വേണം ഇരിക്കാൻ. അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം? കർത്താവ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിൻ്റെ അടുക്കൽ ഒരു രാജഭൃത്യൻ വന്നിട്ട് പറയുക, ആമേൻ സ്തോത്രം, കർത്താവേ, എൻ്റെ മകൻ അവൻ മരിക്കാറായിരിക്കുന്നു, അവൻ ഹല്ലേലൂയ മരണപ്പെട്ടു പോകും. ഹല്ലേലൂയ, നീ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണം. ഹല്ലേലൂയ, ആമേൻ. കർത്താവ്, ആമേൻ സ്തോത്രം, അദ്ദേഹത്തിൻ്റെ അപേക്ഷ എല്ലാം കേട്ടില്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. കർത്താവ് ഒരൊറ്റ വാക്യമേ പറഞ്ഞോളൂ, ആമേൻ സ്തോത്രം, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയാം, കർത്താവിൻ്റെ ഒരു വാക്ക് മതി മരണം മാറി ജീവൻ വെളിപ്പെടാൻ. കർത്താവിൻ്റെ ഒരൊറ്റ വാക്ക് മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്ന ഈ വചനത്തിന് ഒരു വാക്ക് മതി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്ദർശനം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ആമേൻ, ഒരൊറ്റ വാക്ക് മതി. ദൈവത്തിൻ്റെ ഡിവൈൻ അപ്രൂവൽ. ഞാൻ പറയുന്നത്, ഈ ദിവസങ്ങളിലൊക്കെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ അംഗീകാരം. ദൈവം ഒരുവനെ അംഗീകരിച്ചാൽ, ആമേൻ സ്തോത്രം, നമ്മൾ ദൈവത്തെ അംഗീകരിച്ചത് സത്യമാണ്, പക്ഷെ ദൈവം നമ്മളെ അംഗീകരിക്കണം. ദൈവത്തിൻ്റെ, ആമേൻ സ്തോത്രം, ആ ഇടപെടൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ജീവിതമൊക്കെ ഇന്ന് കാണുന്നത് പോലെയല്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സകലതും നമുക്ക് മാറി മറിയും. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കരങ്ങളിൽ, ആമേൻ, ദൈവം ചില ചാവി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അത് തുറന്നാൽ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിനക്ക് വേണ്ടി പുതുവാതിലുകൾ ദൈവം തുറക്കും. ആമേൻ. കർത്താവ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ പോയിക്കൊള്ളാൻ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ മടങ്ങി ആ വാക്ക് വിശ്വസിച്ചു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, അവൻ വിശ്വസിച്ചു. അവൻ മടങ്ങി പോകുമ്പോൾ അവൻ്റെ ഭൃത്യന്മാർ വന്ന് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. വിശ്വസിച്ചാൽ വരുന്ന മറുപടി, ആമേൻ സ്തോത്രം, നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ആയിരിക്കും. ഇന്ന് പകൽ നമ്മുടെ അകത്ത് വിശ്വസിക്കാൻ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് പുറപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അവനെ സൗഖ്യമാക്കിയതിന് ശേഷം മരിച്ചവനെ, ആമേൻ, മരണത്തിലേക്ക് പോയതിനെ ജീവനിലേക്ക് മടക്കി വരുത്തിയിട്ട് വരുന്ന വഴിക്കാണ് യേശു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ത എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഈ യെരൂശലേമിലെ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. 5 മണ്ഡപങ്ങളുണ്ട്. ഈ 5 മണ്ഡപങ്ങളിൽ ഒരു കൂട്ടം ജനം കിടക്കുക. ഒന്നാമത്തെ ആമേൻ സ്തോത്രം, മണ്ഡപത്തിൽ ഒന്നാമത്തെ വാതിലിൽ ആരാ കിടക്കുന്നത്? ഒന്നാമത്തെ വാതിലിൽ കിടക്കുന്ന വ്യാധി പിടിച്ചവർ. ആദ്യ കയറി വ്യാധി പിടിച്ചവരെല്ലാം അവിടെ കിടക്കും. ഒരു കൂട്ടം പറയും വ്യാധിക്കാർ. രണ്ടാമത്തെ വാതിലിൽ കുരുടന്മാർ. മൂന്നാമത്തെ വാതിലിൽ മുടന്തന്മാർ. നാലാമത്തെ വാതിലിൽ ആമേൻ ക്ഷയരോഗികൾ. ഹല്ലേലൂയ. ഇനി 5ാമതൊരു വാതിലുണ്ട്. ഈ 5ാമത്തെ വാതിലിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ വാതിലിൽ ആരാ കിടക്കുന്നത്? വ്യാധിയുള്ളവനല്ല, വ്യാധിക്കാർ എന്ന് പറഞ്ഞാൽ ഒരുവനല്ല, ഒരുപാട് പേര് കിടക്കുക. ഒരു കുരുടനല്ല, കുരുടന്മാർ. മുടന്തനല്ല, മുടന്തന്മാർ. അപ്പോൾ ഈ 4 വാതിലിലും, ആമേൻ സ്തോത്രം, ഒത്തിരി പേര് കിടക്കുക. പക്ഷേ 5ാമത്തെ വാതിലിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 5ാമത്തെ വാതിലിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 5 വാതിലിൽ കിടക്കുന്നവർക്കും,
അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം മുഴുവനും, അവരുടെ ശ്രദ്ധ മുഴുവനും എന്താ? അവരുടെ ശ്രദ്ധ എന്താ? ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് കിടക്കാം. അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോ ദൂതൻ ഇറങ്ങും. ആ സമയത്ത് ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം കിട്ടും. അപ്പം ഇവർ കാത്തുകെട്ട് ഇരിക്കുന്നത് മുഴുവനും വെള്ളത്തിൻ്റെ ഇളക്കം കത്ത. ഇന്ന് പകൽ ഇതിനകത്ത് എത്ര പേർ കാത്ത്? കർത്താവേ, ഈ വചനം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സന്ദർശനം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറമേൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവേ ഇന്ന് പകൽ ഒരു സന്ദർശനം ഉണ്ടാകണമെന്ന് ഇതിനകത്ത് എത്ര പേർ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും? എത്ര പേർ ഹല്ലേലൂയ എൻ്റെ തലമുറയെ ദൈവമേ നീ ഒന്ന് തൊടണമെന്ന് എത്ര പേർ ഇതിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയാം, ആമേൻ, ഹല്ലേലൂയ. അന്ന് മാത്രമല്ല, ഇന്ന് പകൽക്കാലവും അവന്റെ സന്ദർശനം നമ്മളെ തൊട്ടിരിക്കും. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ സ്തുതികളെ ദൈവം മാറ്റിയിരിക്കും. വന്നതുപോലെ അല്ല, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആമേൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ നമുക്ക് ആമേൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കാൻ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതാത് സമയത്ത് കുളം കലക്കാൻ ദൂതന്മാർ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുന്ന കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവന് 5 വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 38 ആണ്ട് രോഗം പിടിച്ച ഒരു കുരുടനെ സ്തോത്രം, രോഗം പിടിച്ചതല്ല, കുരുട് പിടിച്ചതല്ല, മുടന്ത് പിടിച്ചതല്ല. പക്ഷെ ഈ 5ാമത്തെ വാതിൽ കിടക്കുന്നവനെ ആര് പിടിച്ചെന്നാ പറഞ്ഞേ? രോഗം 38 വർഷമായിട്ട് അവനെ പിടിവിട്ടില്ല. ചിലതിനെ പിടിച്ചു വെച്ചിരിക്കുക, വിടില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം എത്ര പിടിച്ചു വെച്ചാലും ഇന്ന് പകൽ അത് വിട്ടേ പറ്റൂ. കാലങ്ങൾ കൊണ്ട് പിടിച്ചു വച്ചിരിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവമക്കൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം അതിൻ്റെ പിടിവിടുന്ന പകൽക്കാലമാണ്. ചില രോഗശക്തികൾ അഴിയുന്നൊരു പകൽക്കാലമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വ്യക്തിപരമായി സംഭവിക്കുന്ന ഒരു പകൽക്കാലം. ഹല്ലേലൂയ, ചിലതിന്ന് പിടിവിടും. ഹല്ലേലൂയ, ഇവിടെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ 38 ആണ്ട് ആമേൻ രോഗം പിടിച്ച്, ചില രോഗാത്മാവ് പിടിച്ച്. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, ഇവനെ പിടിച്ചത് സാധാരണ രോഗമല്ല. ഹല്ലേലൂയ, പാപത്തിന്റെ രോഗം അവനെ പിടിച്ച്. ഈ പാപത്തിന്റെ രോഗം പിടിച്ചാൽ അവൻ ദൈവത്തിന്റെ എൻകൗണ്ടർ നടക്കാതെ വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. ബാക്കി 4 മണ്ഡപത്തിലും കിടക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ അവൻ പാപം ചെയ്തിട്ടല്ല. കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ, ഹല്ലേലൂയ സ്തോത്രം, അവൻ്റേതല്ലാത്ത കാരണത്താൽ വന്നു പിടിച്ച രോഗത്താൽ കിടക്കുക. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അവിടെ ഒരു പ്രത്യേകത, ദൂതൻ വെള്ളം കലക്കുമ്പോൾ ഇറങ്ങിയാൽ സൗഖ്യം പ്രാപിക്കും. പക്ഷെ പാപം പിടിച്ചവന് ദൂതൻ ഇറങ്ങിയാൽ നടക്കുകയില്ല. സ്തോത്രം. ചില വിഷയങ്ങൾ ദൂതൻ ഇറങ്ങിയാൽ മതി, ചില വിഷയങ്ങൾ ദൈവ സാന്നിധ്യം ഇറങ്ങി, ചിലർക്ക് ദൈവം ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ദൈവം ഇറങ്ങേണ്ട ഇടത്ത് ദൈവം ഇറങ്ങിയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഈ മുടന്തു മാറാൻ, അപ്പം 4 ഇടത്ത് കിടക്കുന്നത് പാപത്താലുള്ള രോഗം വന്നതല്ല, ശാരീരികമായ രോഗം. അതിന് ചെറിയ സ്തോത്രം കർത്താവ് പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ മതി. പക്ഷെ ഈ പാപത്താലുള്ള രോഗം അങ്ങനെ പോകുക, ഇത് അവൻ്റെ ആത്മാവിനെ കൂടെ പിടിച്ചു വെച്ചിരിക്കുക. ഈ പാപത്താൽ രോഗം വന്ന ശരീരത്തിൽ മാത്രമല്ല, ഇത് ബാധിക്കുന്നത് എവിടെയാ? ആത്മാവിനെയാണ് ബാധിക്കുന്നത്. പക്ഷെ ആത്മാവിനെ ബാധിക്കുന്ന രോഗം നമുക്ക് വിഷയമല്ല. നമുക്ക് വിഷയം ഏതാ? നമുക്ക് ശരീരത്തിൽ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിന്റെ വിടുതലാണ് നമുക്ക് പ്രാധാന്യം. ഈ കുരുടന്മാർ നോക്കണം, ആ വാതിൽ നോക്കണം. കുരുടന്മാർ എല്ലാവരും കൂടെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. അപ്പോൾ പറഞ്ഞു, ഇളക്കം കാത്താൽ സ്തോത്രം കാണാൻ പറ്റില്ല. ഈ വ്യാധി പിടിച്ചവര് കാണാൻ പറ്റും, ദൂതൻ ഇറങ്ങുന്നതും വെള്ളം കലങ്ങുന്നതും കാണാൻ പറ്റും. കുരുടൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ കിടക്കുന്നത് യേശു കണ്ടു. സ്തോത്രം. ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കുളത്തിന്റെ അരികിൽ യേശു വന്നിട്ട് പറയാ, അവൻ കിടക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാ അവിടെ പറയണ്ടേ?
ആര് കിടക്കുന്ന കാണണം? അവർ കിടക്കുന്നത് യഥാർത്ഥത്തിൽ എഴുതേണ്ടത് എങ്ങനെയാ? അവർ അങ്ങനെയല്ല എഴുതണ്ടേ. ഒരാളല്ലല്ലോ ഈ കുളത്തിന്റെ കരയിൽ കിടക്കുന്നത്. ആയിരക്കണക്കിന് പേർ വിടുതൽ പ്രാപിക്കാൻ ഈ കുളത്തിന്റെ 5 മണ്ഡപങ്ങളിൽ കിടക്കുമ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുക, അവർ കിടക്കുന്നത് കണ്ടെന്നല്ല, അവൻ കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എന്റെ യേശു ഇറങ്ങി വന്നത് നിന്റെ ശരീരത്തിന്റെ മുറിവ് മാറ്റാനല്ല, നിന്റെ പുറമെയുള്ള കണ്ണു തുറക്കാനല്ല. ഇന്ന് പകൽ നിന്റെ അകത്തെ കണ്ണു തുറക്കാൻ. ഹല്ലേലൂയ. നിന്റെ കണ്ണു തുറക്കണം. നിന്റെ ക്ഷയരോഗം മാറണം. നിന്റെ പുറത്തെ ക്ഷയമല്ല, നിന്റെ അകത്തെ ക്ഷയം മാറി. ഇന്ന് പകൽ നീ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു തലമുറയായി എഴുന്നേൽക്കാൻ ഇന്ന് പകൽക്കാലം ഒരുവൻ വന്ന് കിടക്കുകയാണ്. കർത്താവ് നോക്കുമ്പോൾ ഈ മണ്ഡപത്തിൽ കിടക്കുന്ന സകല മനുഷ്യരും ശരീരത്തിന്റെ വിടുതലിന് വേണ്ടിയായിരിക്കുന്നത്. പക്ഷെ ഒരുത്തൻ കിടക്കുക ആത്മാവിന്റെ വിടുതലിന് വേണ്ടിയിട്ടാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവൻ കിടക്കുന്നത് യേശു കണ്ടു. 2 ഏറിയ കാലമായെന്ന് അറിഞ്ഞു. 2 കാര്യം. ഇത് 1-2 ദിവസമല്ല, ഇത് കുറെ പഴക്കമുള്ളതാ. ഇന്ന് പകൽ എത്ര പഴക്കമുണ്ടെങ്കിലും കർത്താവ് ഇറങ്ങിയാൽ സൗഖ്യമാകും. കർത്താവ് ഇറങ്ങിയാൽ സൗഖ്യമാകും. ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചു, എന്താ ചോദിച്ചേ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതാണ് പ്രശ്നം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ? ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? സൗഖ്യമാകാൻ കർത്താവ് എന്തിനാ അങ്ങനെ ചോദിച്ചേ? കർത്താവ് അഡ്വാൻസ് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സ്. ഇത് ചോദിക്കാൻ കാരണം ഇവൻ പറയാൻ പോകുന്ന മറുപടി കർത്താവിന് നേരത്തെ അറിയാം. ഇന്ന് പകൽ ഈ വചനം വെളിപ്പെടുമ്പോൾ നമ്മുടെ നിരൂപണം ആർക്കറിയാം? പ്രസംഗിക്കുന്ന പാസ്റ്ററിന് അറിയത്തില്ലെങ്കിലും കർത്താവിന് നമ്മുടെ നിരൂപണങ്ങളെ അറിയാം. ഇവൻ്റെ മനോനിരൂപണം കണ്ടിട്ട് ദൈവം പറയുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, മനസ്സുണ്ടെന്നല്ല അവൻ പറഞ്ഞത്. അവനെന്താ പറഞ്ഞേ? അവൻ പറഞ്ഞു, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ, എന്നെ ഈ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല. കാരണം ഈ മണ്ഡപത്തിൽ ആര് മാത്രമേ ഉള്ളൂ? ഈ പാപത്തെ രോഗം വന്നാൽ പിന്നെ ആരും കൂട്ടു നിൽക്കില്ല, ആരും തുണ നിൽക്കുകയില്ല, ഒറ്റപ്പെട്ടു പോകും. ആത്മമണ്ഡലത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം ചെറുതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നീ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടെങ്കിൽ നിനക്ക് വേണ്ടിയാ ഇന്ന് പകൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്നത്. നീ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയോ? എവിടെയെങ്കിലും ഹൃദയം മുറിവേറ്റുപോയോ? അവൻ പറയാ, എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വേദന കിടക്കുക, കർത്താവേ എന്നെ സഹായിപ്പ. ഒരു വാക്ക് പറയാ, എൻ്റെ കരമൊന്ന് പിടിക്ക, ഈ വീഴ്ചയിൽ നിന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ എന്നെ ആരുമില്ല കർത്താവേ. അവന്റെ കരച്ചിൽ കണ്ടോ? എന്നെ സഹായിപ്പാൻ. ഇന്ന് പകൽക്കാലം ആരുടെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഒരുവൻ നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. ഇന്ന് പകൽ നിന്നെ ആരും കരം പിടിക്കണ്ട. നീ പ്രതീക്ഷിച്ചവരെല്ലാം നിന്റെ അടുക്കൽ നിന്ന് അവൻ മാറി വേറെ മണ്ഡപത്തിൽ പോയപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ സ്തോത്രം, നിന്നെ എഴുന്നേൽപ്പിക്ക. നിന്റെ കിടക്കയിൽ കിടക്കാനല്ല, നിന്റെ കിടക്കയിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞ കർത്താവേ, എന്നെ ഈ വെള്ളം കലങ്ങുമ്പോൾ ഈ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല, സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി വേറെ ആരെങ്കിലും എന്ത് ചെയ്യും? സഹായിപ്പാൻ ആരുമില്ലാതെ ഒരുവൻ കിടക്കുക. ഹല്ലേലൂയ. 1-2 വർഷമല്ല, 38 വർഷമായി. ഹല്ലേലൂയ, ആരും സഹായിപ്പാനില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, എനിക്കറിയാം ഇതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര ഇടപെടൽ ഇതിനകത്ത് നടക്കുന്ന എനിക്കറിയാം. ഇന്ന് പകൽ ആരുടെയൊക്കെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കെട്ടും. ദൈവകുഞ്ഞെ, ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സ്തോത്രം, നിന്നെ ആ കിടപ്പിൽ കിടന്ന്
ആമേൻ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ചൊരു നിയോഗമുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഭയങ്കര ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാനുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. ആമേൻ സ്തോത്രം. ഈ 4 ആമേൻ മണ്ഡപത്തിൽ കിടക്കുന്നവർ കാണാത്ത ആമേൻ സ്തോത്രം ഒരു വലിയ മഹത്വം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നിന്റെ വായി കൊണ്ട് നീ അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറയും. ആമേൻ ഹല്ലേലൂയ. ഇന്നലെ വരെ സഹായിപ്പാൻ ആരും നിന്റെ അടുക്കലില്ലായിരുന്നു. പക്ഷേ നിന്റെ വിടുതൽ നടക്കുമ്പോൾ ഒരു കൂട്ടം പേർ നിന്റെ ചുറ്റിലും നിൽക്കും. നിന്റെ അത്ഭുതങ്ങളെ, നിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സമൂഹം നിന്റെ മുമ്പിൽ ആമേൻ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ സങ്കടങ്ങൾ പറയുമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാം. ദൈവം അതുകൊണ്ട് ചോദിച്ചു, ഒറ്റ വാക്ക് ചോദിച്ചോളൂ, സൗഖ്യമാകാൻ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ നിനക്ക് മനസ്സ്. സ്തോത്രം. അത് ഹല്ലേലൂയ. അത് അവനവൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പരിധിക്കകത്ത് വരുന്ന കാര്യമാണ്. കർത്താവ് ചോദിക്കുക, ആമേൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഇവിടെ നിന്ന് എഴുന്നേൽക്കണോ? ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ മനസ്സ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സുണ്ടോയെന്ന് അറിഞ്ഞാൽ മതി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ 1 കോടി രൂപ നമ്മൾ അക്കൗണ്ടിൽ കിടന്നാലും ഒരു കാറ് വാങ്ങിപ്പോകാതെ ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കാറ് ആമേൻ നിസ്സാരമായിട്ട് വാങ്ങാൻ കോടിക്കണക്കിന് പൈസയുണ്ട്. പക്ഷെ കാറ് വാങ്ങണമെങ്കിൽ പൈസ പോരാ. പിന്നെ എന്ത് വേണം? ഹല്ലേലൂയ. എന്ത് വേണം? മനസ്സ് വേണം. മനസ്സ് വേണം. എഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഇരിപ്പിൽ നിന്ന് ഒന്ന് കുതിച്ചെഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. ഇന്ന് പകൽ മനസ്സുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മനസ്സുള്ളവനെ ദൈവം എഴുന്നേൽപ്പിക്കും. മനസ്സുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ ദൈവം എഴുന്നേൽപ്പിക്കും. ഇനി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കാനല്ല, അടുത്തൊരു ലെവലിലേക്ക് ദൈവം പറയുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ആമേൻ വ്യക്തിപരമായി ദൈവകുഞ്ഞ് നിന്നെ ആമേൻ സ്വർഗത്തിലെ ദൈവം പറയാ, നിന്നെ ഇന്ന് പകൽക്കാലം ഞാൻ എഴുന്നേൽപ്പിക്കും. ആരും നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഇല്ലെന്ന് സങ്കടപ്പെട്ടിരിക്കരുത്. ആരും സഹായിക്കാൻ ഇല്ലെന്ന് പറഞ്ഞ് നീ സങ്കടപ്പെട്ടിരിക്കരുത്. ഇന്ന് പകൽക്കാലം നിനക്ക് എഴുന്നേൽക്കാൻ ഒരു വ്യക്തിയുടെ സഹായമല്ല വേണ്ടത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗം പറയാ, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. അടുത്ത വചനം പറഞ്ഞു, ഉടനെ യേശു പറഞ്ഞു ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഹല്ലേലൂയ. വചനം പറയുന്നു, കർത്താവ് ഒരൊറ്റ വാക്ക് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ആമേൻ സ്തോത്രം. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി. എപ്പോഴാ വിടുതൽ സംഭവിച്ചത്? എപ്പോഴാ വിടുതൽ സംഭവിച്ചത്? ആമേൻ അവന് എഴുന്നേൽക്കാൻ ആമേൻ കർത്താവിന്റെ വാക്കിന് മനസ്സ് വെച്ചപ്പോൾ 38 വർഷം പിടിച്ചു വച്ചിരുന്ന ആ പാപത്തിന്റെ ശക്തി, രോഗത്തിന്റെ ശക്തി, അത് അഴിഞ്ഞ് അവനിൽ നിന്നും മാറി. അവൻ ചാടി ആമേൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഉടനെ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നമ്മളെ വിടുതൽ വരുന്നത്, നമ്മുടെ തകർച്ച വന്നത് ഒരുപാട് കാലം കൊണ്ടാ. ആമേൻ നമുക്ക് രോഗം വന്നത് ഒരുപാട് കാലം കൊണ്ടാ. പക്ഷെ ഇന്ന് പകൽക്കാലം വിടുതൽ വരുന്നത് ആമേൻ ഒരുപാട് കാലം കൊണ്ടല്ല. വചനം പറഞ്ഞു ഉടനെ അത് സംഭവിക്കും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉടനെ ആയിരിക്കും. നീ അനുഭവിച്ച പ്രതികൂലങ്ങൾ, നീ കടന്നു വന്ന അനുഭവങ്ങൾ ഒരുപാട് കാലം ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു വിടുതൽ വരുന്നത് ആമേൻ വിത്ത് സെക്കൻഡിൽ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് രോഗശക്തികൾ ആടിയട്ടെ, ബന്ധനങ്ങൾ ആടിയട്ടെ, നുകങ്ങൾ തകരട്ടെ. കാലങ്ങൾ കൊണ്ട് ശരീരങ്ങളെ അവകാശമാക്കി വെച്ചിരിക്കുന്ന എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് ശരീരങ്ങളെ വിട്ട് ദൈവത്തിന്റെ മന്ദിരങ്ങളെ വിട്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ വിടുതൽ വെളിപ്പെടട്ടെ. ശരീര സ്വതന്ത്രമാകട്ടെ. കർത്താവ് പറഞ്ഞു, നീ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നിന്റെ കിടക്ക എന്ത് ചെയ്യണം? കിടക്ക എടുത്തോളണം. എന്തിനാ ദൈവം കിടക്ക? വേറെ ഒരിടത്തും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്കുമ്പോൾ കിടക്ക കൂടെ എന്ത് ചെയ്യണം?
ഇനി എടുത്തോളണം. എന്തിനാ? ഇനി ആരും ഈ കിടക്കയിൽ എന്ത് ചെയ്യരുത്. ഓഫ്, ദൈവകുഞ്ഞ് നമ്മുടെ മേൽ വെളിപ്പെടുന്ന വിടുതൽ നമുക്ക് മാത്രമുള്ളതല്ല. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗം പറഞ്ഞു, ഇനി ആ കിടക്ക അവിടെ കിടക്കണ്ട, ആ കിടക്ക നീ എടുക്കണം. ആമേൻ, സ്തോത്രം, നീ എടുക്കണം ആ കിടക്ക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്താ കർത്താവേ, ഞാൻ ആ കിടക്ക എടുക്കേണ്ട ആവശ്യം എന്താ? ഹല്ലേലൂയ, സ്തോത്രം. നീ കിടക്ക എടുത്തില്ലെങ്കിൽ ചില നാളുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഈ പാപം നിന്റെ തലമുറയും പിടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞേ, സ്തോത്രം, ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ചോദിക്കും, ആമേൻ ഷുഗർ ഉണ്ടോ? ഷുഗറുണ്ട്. എത്ര വർഷമായി? ആമേൻ 12 വർഷമായി. അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളെ കുടുംബത്തിൽ ഇതാർക്ക് ഷുഗറുണ്ട്? അതെൻ്റെ അപ്പനുണ്ടായിരുന്നു. അപ്പന് ഷുഗർ ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പന് മാത്രമല്ല, എൻ്റെ അപ്പൂപ്പനും ഷുഗർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ തലമുറ അപ്പൂപ്പൻ ഈ ആമേൻ ഷുഗറിൻ്റെ കിടക്ക ഇട്ടിട്ട് പോയി. അതുകൊണ്ട് ആമേൻ അടുത്ത തലമുറയ്ക്ക് ആമേൻ ഇത് കയറി പിടിച്ചു. ഹല്ലേലൂയ. ആമേൻ അപ്പൻ ആ കിടക്ക എന്ത് ചെയ്തു? ഹല്ലേലൂയ. അപ്പൻ ആ കിടക്ക അവിടെ ഇട്ടിട്ട് പോയി. അതുകൊണ്ട് മകന് ആമേൻ, സ്തോത്രം, അടുത്ത ഷുഗർ വന്നു. ഹല്ലേലൂയ. ഈ മകനും ആ കിടക്ക അവിടെ ഇട്ടിട്ട് പോയാൽ അവന്റെ മകനും പിടിക്കും. ദൈവം പറഞ്ഞു, ഇനി തലമുറയായി ആമേൻ ഒരു രോഗശക്തികളും കൈമാറാതിരിക്കാൻ ആമേൻ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന ആ രോഗശക്തിയുടെ കിടക്ക ഇന്ന് പകൽ നീ അതിനെ ചുമക്കണം. നീ അതിനെ ചുമക്കണം. നീ അതിനെ പാളയത്തിന് പുറത്ത് നീ അതിനെ കളയണം. നീ ആമേ കടന്നു പോകുന്ന, നീ അനുഭവിക്കുന്ന രോഗങ്ങൾ, നീ അനുഭവിക്കുന്ന തകർച്ചകൾ ആമേ നിന്റെ തലമുറ അതിലൂടെ കടക്കാതിരിപ്പാൻ ഇന്ന് പകൽ നീ അതിനെ ചുമക്കണം. നീ അതിനെ ചുമക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ദൈവകുഞ്ഞ, നീ അനുഭവിക്കുന്ന ഞരക്കങ്ങൾ, നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, നീ കടന്നു പോകുന്ന ഈ വേദനകൾ നിന്റെ തലമുറ ചുമക്കാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ ആമേ കിടക്ക, ആ ചുമട് നീ താഴെ വയ്ക്കരുത്. അത് നിന്റെ തലമേലെടുത്തോളണം. ഹല്ലേലൂയ. അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാനല്ല. ഇന്ന് പകൽ പാരമ്പര്യ ശക്തികൾ, പാരമ്പര്യ രോഗങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ആക്കുകയാ. എല്ലാ ഷുഗർ, എല്ലാ പ്രഷർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ക്യാൻസൽ ആക്കുന്നു. ഇത് ഞങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ തലമുറ മേലും ഇനി അത് കൈമാറത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയാം, ഇതിനകത്ത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന വിടുതൽ നമ്മുടെ തലമുറയുടെ വിടുതല. 6 വയസ്സുകാരന് ഷുഗർ. ഹല്ലേലൂയ. ആമേൻ. പ്രസവിച്ച 6 മാസമുള്ള കുഞ്ഞിന് ഷുഗർ. എന്താ? അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. ആ ഷുഗർ കുഞ്ഞിൻ്റെ മേൽ, കുഞ്ഞിൻ്റെ രക്തത്തിൽ വന്നെന്ന് ഇന്ന് പകൽ ഹല്ലേലൂയ ഈ ശരീരത്തിൽ, ഈ രക്തത്തിൽ കർത്താവിൻ്റെ രക്തം ഇന്ന് പകൽക്കാലം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞ് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിന്റെ ശരീരത്തിലും ഇരിക്കാൻ പാടില്ല, നിന്റെ തലമുറ മേലും ഇരിക്കാൻ പാടില്ല. എന്താ ഇന്ന് പകൽക്കാലം പ്രത്യേകത? കർത്താവ് പറയാ, ആമേൻ, സ്തോത്രം, നീ ഇനി അവിടെ കിടക്കത്തില്ല. ഒന്നാമത്തെ ദൂത്, നീ ഇനി അവിടെ കിടക്കത്തില്ല. രണ്ടാമത്തെ ദൂത്, ആമ ഇത് ഇനി നിന്റെ തലമുറ മേലും കൈമാറത്തില്ല. ഹല്ലേലൂയ. ഇത് രോഗം മാത്രമല്ല, ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നീ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അതിനകത്തുനിന്ന് ദൈവകുഞ്ഞ് നിന്നെ വിടിവിക്കും. എന്നിട്ട് ദൈവം പറയാ, ഇനി ഇത് നിന്റെ തലമുറ കാണത്തില്ല. നിന്റെ തലമുറയ്ക്കകത്ത് ഇത് കൈമാറാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒറ്റപ്പെട്ടതുപോലെ ഇനി നിന്റെ തലമുറയുടെ കുടുംബത്തിനകത്ത് അവർ ഒറ്റപ്പെടത്തില്ല. എനിക്കറിയില്ല, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ ആരാധനയ്ക്കകത്തിറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്ന സൗഖ്യമാകാൻ, വിടുതൽ പ്രാപിക്കാൻ എന്ത് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് മനസ്സുണ്ടോന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നേ. മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് ദൂത് പറയുന്നേ. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഏറെ വർഷങ്ങളായി ഹല്ലേലൂയ 38 വർഷമായി
ഭാരമായി കുളക്കരയിൽ കിടക്കുന്നവരെ പോലെ ആമേൻ അടുത്തൊരു ആമേൻ സ്തോത്രം വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ആമേൻ സകല മേഖലകൾക്കകത്തും ആമേൻ സ്തോത്രം നീ ആരും സഹായിക്കാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത് ഇന്ന് പകൽക്കാലം നിന്നെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല ആമേൻ നിന്റെ ആമേൻ ചുറ്റുപാടുകൾക്കകത്തു നിന്നും നിന്റെ സാഹചര്യത്തിനകത്തു നിന്നും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ നീ മാത്രമല്ല നിന്റെ കൂടെ നിന്റെ തലമുറയെയും എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. നീ കടന്നുപോയ വഴികളിൽ, നീ വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പ് കടന്നുപോയ വഴികളിൽ നിന്റെ തലമുറ കടക്കത്തില്ല, നിന്റെ തലമുറയെ വിട്ടുകടക്കത്തില്ല. അവൻ എഴുന്നേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ചാടി എഴുന്നേറ്റു. അവൻ സൗഖ്യം പ്രാപിച്ച് ഹല്ലേലൂയ ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ ആ സന്തോഷത്തോടെ 38 വർഷത്തെ ദുഃഖം മാറിപ്പോയി, വേദനകൾ മാറിപ്പോയി. അവൻ ചാടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ അവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത്. ആമേൻ സ്തോത്രം. ഇന്ന് ശബത്ത്, ഇന്ന് വിടുതൽ പ്രാപിച്ചു, പക്ഷേ എഴുന്നേക്കാൻ പാടില്ല. അവൻ ഇന്നലെ വരെ നീ എവിടെ പോയിരുന്നു? 38 വർഷം ഇവിടെ കടന്നിട്ട് ആമേൻ പുള്ളിക്കാരൻ പറയാം ഓരോരുത്തനും വന്ന് എന്ത് ചെയ്തില്ല, ഈ കുളത്തിലിറക്കാൻ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ വിടുതൽ പ്രാപിച്ചപ്പോ ഹല്ലേലൂയ സൗഖ്യമായപ്പോ ഒരു കൂട്ടം പേര് വന്ന് പറയാ ഇന്ന് നടക്കത്തില്ല, ഇന്ന് നിന്റെ വിടുതൽ നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരോട് ആമേൻ സ്തോത്രം ശത്രു വാദിച്ചു കൊണ്ടിരിക്കുക, ആമേൻ പാസ്റ്റർ പ്രസംഗിച്ചോട്ടെ, പക്ഷെ ഇന്ന് നിന്റെ വിടുതൽ നടക്കത്തില്ല. സ്തോത്രം 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 ഹല്ലേലൂയ. അതുകൊണ്ട് ചിലരെയൊക്കെ മയക്കി അങ്ങ് ഇരുത്തിയിരിക്കുക. മയങ്ങി ഇരിക്കരുത്, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ ആമേൻ സ്തോത്രം നമ്മൾ എഴുന്നേൽക്കും. പിശാചേ നീ എത്ര പറഞ്ഞാലും ഇന്ന് പകൽ ഞങ്ങൾ എഴുന്നേൽക്കും. ഇത് ഇന്നത്തെ ദിവസം, ഇത് എൻ്റെ പകലാ. ഇന്നത്തെ ആരാധന എനിക്കുള്ള ആരാധനയാ. ഈ ദൂത് എന്നോടാ ദൈവം സംസാരിക്കുന്നേ. ആമേൻ. എന്റെ വിടുതൽ തടയാൻ ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അതിനകത്ത് ആരും സഹതപിക്കാനോ ഒരു കൈ താങ്ങാനോ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് പകൽ വിടുതൽ പ്രാപിച്ചപ്പോൾ ഇതാ ഒരുവൻ വന്നു നിന്നിട്ട് പറയാ ആമേൻ നടക്കത്തില്ല. ഇന്ന് പകൽ നീ പറയണം ഇത് നടക്കും. ഹല്ലേലൂയ. പിശാചേ നിനക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ മനുഷ്യനെ നോക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഒരുവൻ എന്നോട് പറഞ്ഞു എഴുന്നേൽക്കാൻ, ഇനി ഞാൻ കിടക്കുന്ന പരിപാടിയില്ല. ദൈവം പറഞ്ഞാൽ എഴുന്നേൽക്കണം. ആമേൻ. ദൈവം പറഞ്ഞാൽ എഴുന്നേൽക്കണം. പലരും എഴുന്നേൽക്കാതിരിക്കാൻ പിടിച്ചിരുത്തും. ഹല്ലേലൂയ. പിശാചിനോട് പറഞ്ഞ പണി നോക്ക്, ഇനി നടക്കുകയില്ല. പിശാചിനോട് പറഞ്ഞ ഇനി നടക്കുകയില്ല. ആമേ കുറെ നാളുകൾ എന്നെ ഇരുത്തിയല്ലോ, ആമേ കുറെ നാളുകൾ എന്നെ ഇരുത്തിയല്ലോ. ഇന്ന് പറ പിശാചേ ഇനി ഇരിക്കാൻ മനസ്സില്ല, ഇനി ആ കിടക്കയിൽ കിടക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്ന് പകൽ ആ രോഗം വഹിക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്നലകളിൽ ഞാൻ അത് വഹിച്ചതാ, അതിന്റെ തിക്താനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചതാ. ഇന്ന് പകൽ പറ ഇനി നടക്കുകയല്ല. ഇനി ഞാനും മനുഷ്യനുമായിട്ടല്ല എന്റെ ഇടപാട്, ഞാനും എന്റെ ദൈവമായിട്ടാ എന്റെ ഇടപാട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ശബ്ദത്തിന് കുഞ്ഞാന് ചെവി കൊടുക്കരുത്. ഇന്ന് പകൽ ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നെങ്കിൽ നീ എഴുന്നേൽക്കും. നീ ഇനി അങ്ങനെ കിടക്കുകയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. അല്ല അവൻ ചാടി എഴുന്നേറ്റ് നിൽക്കുക. അപ്പൊ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു ആമേൻ എഴുന്നേക്കാൻ പറ്റില്ല ഇന്ന്. അപ്പൊ അവൻ ഒരു മറുപടി പറഞ്ഞു. ആരാ നിന്നെ എഴുന്നേൽപ്പിച്ചേ? ആരാ നിന്നോട് പറഞ്ഞു എഴുന്നേക്കാൻ? ഹല്ലേലൂയ. അവൻ പറഞ്ഞു സത്യത്തിൽ ഇവന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാന്ന് ഇവൻ അറിയില്ല. യേശു പറഞ്ഞ എഴുന്നേക്കാത്ത എത്രയോ പേര്, പിന്നെ മനുഷ്യൻ പറഞ്ഞ കേൾക്കും. പക്ഷേ ഇവനോട് പറഞ്ഞു കിടക്ക എടുത്ത് നടക്ക. ആ ശബ്ദം കാതിലടിച്ചപ്പോൾ ഇവന് മനസ്സിലായി ഇവ സാധാരണക്കാരനല്ല, പക്ഷെ യേശു ആണെന്ന് അറിയില്ല. അതുകൊണ്ട് അവൻ വിളിച്ച യജമാനനെ എന്ന് വിളിച്ചു. കാരണം ഇതുവരെ ആരും എൻ്റെ സങ്കടം കേൾക്കാനില്ലായിരുന്നു.
ആരും എൻ്റെ അടുത്ത് വന്നൊരു വാക്ക് പറയാനില്ലായിരുന്നു, ആരും എൻ്റെ അടുത്ത് വന്നൊന്ന് മിണ്ടാനില്ലായിരുന്നു, എൻ്റെ വ്യത അറിയാനില്ലായിരുന്നു, എൻ്റെ ദുഃഖം ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ഒരുവൻ വന്ന് ചോദിച്ചപ്പോൾ അവനെ യജമാനനെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. അവർ ചോദിച്ചു, ആരാ പറഞ്ഞേ? അവൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. ആമേൻ. അവൻ ഒന്നുകൂടെ പറഞ്ഞു അവരടുത്ത്, ഈ വിടുതൽ വന്നാൽ വാക്കുകളും ഭാഷണവും ഒന്നും കാണത്തില്ല. സ്തോത്രം. അവൻ ഒന്നുകൂടെ അവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, 38 വർഷം എങ്ങനെ കഴിഞ്ഞു പോയെന്ന് ആരും ചോദിച്ചില്ല. 38 വർഷം എങ്ങനെ കഴിഞ്ഞു പോ ഓരോ ദിനവും 38 വർഷം അവിടെ കിടന്നിട്ട് ആരും ചോദിച്ചില്ല. ഇപ്പൊ വിടുതൽ വെളിപ്പെട്ടപ്പോൾ ഇന്ന് പകൽക്കാലം കുഞ്ഞ് നിന്റെ വിടുതൽ വെളിപ്പെട്ടാൽ പലതും എഴുന്നേൽക്കും. ഇന്ന് പകൽ ആരെല്ലാം നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് ആമേൻ ചോദ്യങ്ങളുമായി വരുമ്പോൾ, ആമേൻ, ഇന്ന് പകൽക്കാലം നിന്റെ കാതിൽ കേൾക്കേണ്ട ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ല. ഇന്ന് പകൽ നീ ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, നിന്റെ വിടുതലിനെ തടയാൻ ഒരു മാനുഷിക ശക്തികൾക്ക് കഴിയത്തില്ല. അവരാകുന്നിടത്തോളം പറഞ്ഞു, കിടക്ക ഇറക്കി വയ്ക്ക്, ഇന്ന് നടക്കുകയില്ല. അവൻ പറഞ്ഞു, ഒരുവൻ എന്നോട് പറഞ്ഞു, അവൻ നടക്കാൻ പറഞ്ഞെങ്കിൽ നടക്കും. മനുഷ്യൻ പറഞ്ഞു പറ്റത്തില്ല, അവൻ പറഞ്ഞു പറ്റും. പുരോഹിതന്മാർ ഒരുമിച്ച് പറഞ്ഞു, ന്യായശാസ്ത്രിമാർ ഒരുമിച്ച് പറഞ്ഞു, സദൂക്യർ ഒരുമിച്ച് പറഞ്ഞു, ഇന്ന് പറ്റത്തില്ല. അവൻ പറഞ്ഞു, എന്നോട് ഒരുവൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ. അവൻ പറഞ്ഞെങ്കിൽ ഞാൻ നടക്കും. അവൻ എന്നെ നടത്തും. അവൻ എന്നെ നടത്തും. ഇനി നിങ്ങളുടെ ശബ്ദം എനിക്ക് ആവശ്യമില്ല. എങ്ങനെ കഴിഞ്ഞുപോയി കഴിഞ്ഞ നാളുകളിൽ? ഞാൻ കുടിച്ചോ, ഞാൻ കഴിച്ചോ എന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുവൻ എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, എഴുന്നേൽക്കാൻ. ഇനി മനുഷ്യന്റെ ശബ്ദത്തിന് ഞാൻ ചെവി കൊടുക്കത്തില്ല. ഒരുവൻ എന്നോട് പറഞ്ഞു എഴുന്നേൽക്കാൻ. ആ സമയം ഞാൻ എഴുന്നേറ്റതാ. 38 വർഷത്തെ ദുഃഖം മറന്ന് ഞാൻ ചാടി എഴുന്നേറ്റ. ഇനി കിടക്കാൻ പറ്റുകയില്ല. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനെ കിടത്താൻ പറ്റുകയില്ല. ഈ സൗഖ്യം പ്രാവശ്യം പറഞ്ഞു, ഇനി കിടക്കാൻ മനസ്സില്ല. ഇനി എത്ര വാക്ക് എൻ്റെ നേരെ ആമൻ അഴിച്ചു വിട്ടാലും ഇനി നിന്നു കൊടുക്കത്തില്ല. ഇനി എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് തീർക്കാനുള്ളതല്ല. ഇനി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള സമയമാ. ഇനി ദൈവത്തിന് വേണ്ടി, എന്നെ എഴുന്നേൽപ്പിച്ചവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി ഇവിടെ കടന്നാൽ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിനെ ആരെങ്കിലും അംഗീകരിച്ചാൽ അവനെ പള്ളി ഭ്രഷ്ടനാക്കും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഒരു ആനുകൂല്യമോ ഒരു പരിഗണനയോ കല്യാണത്തിന് പോലും വിളിക്കുകയില്ല. അവൻ പറഞ്ഞു, ഇനി കല്യാണത്തിന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, ഇനി നിങ്ങളെ വാക്ക് കേൾക്കാൻ പറ്റുകയില്ല. ഇനി മനുഷ്യന്റെ വാക്ക് കേൾക്കില്ല. നിങ്ങൾ കല്യാണത്തിന് വിളിക്കണ്ട, നിങ്ങളെ വീട്ടിൽ എന്നെ കൂട്ടണ്ട. പക്ഷെ ഇനി നിങ്ങളുടെ ശബ്ദത്തിനല്ല, എന്നെ എഴുന്നേൽപ്പിച്ചവന്റെ ശബ്ദത്തിന് വേണ്ടി ഈ പട്ടണത്തിൽ ഞാൻ ചെവി കൊടുക്കുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവർക്ക് ഒരു സംശയം കൂടെ, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? ഹല്ലേലൂയ. യേശുവിന് വിരോധമായി കാരണം കണ്ടെത്താൻ അവര് ചോദിച്ചു, ആമേൻ, ഹല്ലേലൂയ, നീ പറയണം ആരാ നിന്നെ സൗഖ്യമാക്കിയെന്ന്. പക്ഷെ സൗഖ്യമായോ നോക്കി ആരും കണ്ടില്ല. ഹല്ലേലൂയ. അന്ന് മുതൽ അവന്റെ ഹൃദയത്തിനകത്തൊരു വാഞ്ച, കർത്താവേ, എന്നെ തൊട്ടതാരാ? എന്നെ സൗഖ്യമാക്കിയവനെ എനിക്ക് കാണണം, എന്നെ എഴുന്നേൽപ്പിച്ചവനെ എനിക്കൊന്ന് കാണണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് പകൽ എനിക്ക് കാണാനുള്ളത് എൻ്റെ ഈ പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവനെ. എനിക്ക് ഇന്ന് പകൽ ഈ ആരാധനയ്ക്ക് വന്നിട്ട് എനിക്ക് പാസ്റ്റർ മുഖമല്ല, അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖമല്ല എൻ്റെ ആഗ്രഹം. അപ്പാ, ഈ പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ നിന്ന് പ്രാണൻ തന്നെ എഴുന്നേൽപ്പിച്ചവനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. അതിനപ്പുറം എനിക്കൊന്നുമില്ല. അവൻ്റെ ആഗ്രഹം, ദൈവമേ, നിന്നെ ഒന്ന് കാണണം. അവൻ അന്വേഷിച്ചു നടന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ.
അവൻ കണ്ടില്ല, പക്ഷെ അവനെ കർത്താവ് കണ്ടു. അവനെ അന്വേഷിക്കുന്നവനെ അവൻ കാണും, അവനെ അന്വേഷിക്കുന്നവനെ അവൻ കണ്ടെത്തും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞൻ നീ കണ്ടെത്തണ്ട. ഇന്ന് പകൽ ഒരു ആഗ്രഹത്തോടെ നീ ചലിച്ചാൽ മതി, അവൻ നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. ആലയത്തിനകത്ത് വന്നിട്ട് അവനെ കണ്ടിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇനി അധികം തിന്മയായത് നിനക്ക് ഭവിക്കാതിരിക്കാൻ ഇനി നീ പാപം ചെയ്യരുത്. അപ്പോഴാണ് മനസ്സിലായത്, എന്നെ തൊട്ടവൻ യേശുവാന്ന് മനസ്സിലായത്. ഹല്ലേലൂയ. അവൻ ഓടിച്ചെന്നു അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കർത്താവേ, ആമേൻ, യേശുവായി എന്നെ സൗഖ്യമാക്കി. അവരെല്ലാവരും കൂടെ ചേർന്ന് ഇവനെ ഉപദ്രവിക്കാൻ പറ്റിയില്ല. എന്താ? ഇവൻ്റെ തീരുമാനം സ്ട്രോങ്ങാ. ഇവൻ കിടക്ക വെച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ പറഞ്ഞു, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കിടക്ക ഞാൻ താഴെ വെക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ആ വചനം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഹല്ലേലൂയ, അവർ യേശുവിനെ ഉപദ്രവിച്ചു. സ്തോത്രം. എന്താ? എന്തിന് യേശുവിനെ ഉപദ്രവിച്ചേ? നിന്നെ ഉപദ്രവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നീ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ നമുക്ക് വേണ്ടി ഉപദ്രവമേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, അവർ യേശുവിനെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. എന്തിനാ യേശുവിനെ ഉപദ്രവിച്ചേ? നിന്നെ ഉപദ്രവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ ഒരുവൻ നമുക്ക് വേണ്ടി ഉപദ്രവമേറ്റു. ആ കർത്താവ് നമുക്ക് വേണ്ടി ഉപദ്രവമേറ്റെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, നമ്മളെ ദൈവം ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. നമ്മളെ നുഖത്തിൽ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആമേൻ, നമുക്കൊന്ന് ദൈവ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുവൻ ഉപദ്രവമേറ്റു. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നാം ഉപദ്രവിക്കപ്പെടേണ്ട സ്ഥാനത്ത്, നാം മുറിവേൽക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി ഒരുവൻ മുറിവേറ്റെങ്കിൽ, നമുക്ക് വേണ്ടി ഒരുവൻ ഉപദ്രവമേറ്റെങ്കിൽ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, ഒരു ശത്രുവിനും നമ്മളെ തൊടാൻ പറ്റത്തില്ല, ആർക്കും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. നമ്മൾ സുരക്ഷിതമായ ഒരു കരങ്ങളിലാണ്. എന്താ ശത്രുവിന് നമ്മളെ മുറിവേൽപ്പിക്കാൻ പറ്റാത്തത്? നമുക്ക് വേണ്ടി ഒരുവൻ മുറിവേറ്റത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഒരുവൻ നമുക്ക് വേണ്ടി മുറിവേറ്റു. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും സ്തോത്രം പറഞ്ഞ് ഇന്ന് പകൽ കർത്താവിൻ്റെ ഒരു സന്ദർശനം ഇതിനകത്ത് ദൈവകുഞ്ഞ് നിങ്ങളുടെ മേൽ സംഭവിക്കും. ദൈവത്തിൻ്റെ ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സംഭവിക്കും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സംഭവിക്കും.